ഹലോ, അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോകുന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അധികം ലെങ്തി ആയിപ്പോണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിതൊരു സെക്കൻഡ് പാർട്ട് പോലെ ഇടുന്നത് കേട്ടോ. ക്ഷേത്രത്തിൽ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ വഴിപാടിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി രസീത് എഴുതി ക്ഷേത്രത്തിനുള്ളിൽ കയറി വഴിപാടെല്ലാം നേർന്നു. പ്രസാദം കിട്ടി. തൃക്കൈ വെണ്ണ, ത്രിമധുരം ഇതെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പ്രസാദം കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക സ്വാദായിരുന്നു. വെണ്ണയ്ക്ക് പോലും എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതുപോലെ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് 10 മണിയാകുമ്പോൾ തന്നെ പാൽപ്പായസത്തിനുള്ള രസീത് അവിടെ കൊടുക്കും കേട്ടോ. അതെല്ലാം വാങ്ങി ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് സമാധാനമായിട്ട് നിന്ന് തൊഴുവാനും അതുപോലെ പാൽപ്പായസത്തിനുള്ള രസീത് എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ രസീതൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കാപ്പി കുടിക്കാനായിട്ട് പോയി. പിന്നെ 1 മണിക്കാണ് പാൽപ്പായസം കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് അവിടെ നടന്ന് കാണാനും ഒരുപാട് സമയമുണ്ട് കേട്ടോ. അതുപോലെ നടന്ന് കാണാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നേദിക്കേണ്ട ടൈമായി കേട്ടോ. ഒരുപാട് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് പാൽപ്പായസം കയ്യിൽ കിട്ടി കേട്ടോ. ഒരു പാൽപ്പായസം കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രുചിയാണെന്ന് ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു അമ്പലത്തിൽ പോകാൻ പറ്റിയത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന കാര്യം. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.